ബദ്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയും മമിത ബൈജു തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഗിരീഷ് ഷേഡിയുടെ സംവിധാനത്തിൽ ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമ ഇത്തവണത്തെ ഓണം തൂക്കിയെന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല. കാരണം ഒരു രക്ഷയില്ല. ഫാമിലി ഓഡിയൻസിനും യൂത്തിനും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കുണ്ട് ആ സിനിമയിൽ. നിവിൻ പോളിയുടെ ചാമിങ്ങും, അതായത് ആ ക്യൂട്ട്നെസ്സും, അതുപോലെ മമിത ബൈജു കാട്ടൊക്കെ കൂടെ നിന്നു. ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പം നിവിൻ പോളിയാണോ സ്കോർ ചെയ്യുന്നത്, മമിത ബൈജു ആണോ സ്കോർ ചെയ്യുന്നത് എന്നുള്ള ചിന്തയായിരുന്നു. എന്താണെങ്കിലും രണ്ടുപേരും കട്ടയ്ക്ക്. അപ്പം ഇതിന്റെ തീം എന്നാന്നുള്ളത് അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതായത് പ്രായത്തിൽ നല്ല വ്യത്യാസമുള്ള രണ്ടുപേർ തമ്മിൽ ചേർന്ന് പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രണയവും പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ കഥയുടെ അല്ലെ ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ബാക്കി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ നിവിൻ പോളി, വെട്ടുകിളി പ്രകാശ്, അതുപോലെ തന്നെ സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, പിന്നെ സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കര്, അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു പോരാം. അത്രയ്ക്കൊണ്ട് ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഹാപ്പി എൻഡിങ്ങോട് കൂടി ഓണത്തിന് സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. നിവിൻ പോളി എന്ന് പറയുന്ന നടനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ പുള്ളി ചെയ്യുന്ന ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് ചെയ്യുന്ന പടങ്ങൾ, നിവിൻ പോളി ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും, പുള്ളിക്ക് സങ്കടം വന്നാൽ നമുക്ക് സങ്കടം വരും, പുള്ളിക്ക് ദേഷ്യം വന്നാൽ നമുക്ക് ദേഷ്യം വരും എന്നുള്ള രീതിയിലാണ്. പുള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് പുള്ളിയുടെ അഭിനയത്തിൽ. അത് തന്നെ പുള്ളിയെ കാണാനും നല്ലൊരു അഴകാണ്. മുണ്ടും മടക്കി കുത്തി അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഇട്ട് പുള്ളി വരുന്നതാണ്. നമ്മൾ പ്രേമം എന്ന സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. പുള്ളി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടുള്ള ഒരു വരവ്, അതൊരു ഓണത്തോടനുബന്ധിച്ച് മറ്റു വരാൻ സിനിമ വന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഓണത്തിന് ഈ സിനിമയിലും അദ്ദേഹം നല്ല ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്ന ഒരു നാട്ടുമുറമാണോ, ഒരു കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഓണറും അവിടുത്തെ ഒരു മെയിൻ ആളായിട്ട് നിവിൻ പോളിയും, കേറ്ററിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന നിവിൻ പോളി, അവരുടെ ഇടയിലേക്ക് വരുന്ന മമിത ബൈജുവും ഫാമിലിയും, ആഷ്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മമിത ബൈജു, ജസ്റ്റിൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നിവിൻ പോളിയും. പിന്നെയും കൊണ്ട് താരങ്ങളെ പറയാനാണെങ്കിൽ വിനയ് ഫോർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി താരങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് കാണുമ്പം സിനിമ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്കൊരു എന്നാ പറയുന്നത്, എപ്പോഴും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും സിനിമ കാണുമ്പം. അതാണ് അതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും നല്ല രീതിയിൽ ഗിരീഷ് ഷേഡി അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പറയുന്ന വലിയ റിസ്കുകളൊന്നും എടുക്കാതെ വളരെ ലൈറ്റായിട്ട് സിനിമ പറഞ്ഞു പോവുക എന്നുള്ളത്. ഭാവന സ്റ്റുഡിയോസ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് ഭഗത് ഫാസിൽ, ശ്യാം പുഷ്കരൻ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാ രസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ DOP ആണെങ്കിലും അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഒത്തിരി അധികം എഡിറ്റർക്ക് അധികം പണി ഈ പറയുന്ന പോലെ മറ്റേ ആക്ഷൻ പടങ്ങൾക്കൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര ഇതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമയല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും എന്റെ പൊന്നു നിവിൻ പോളി ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ നല്ല നല്ല സിനിമകളുമായിട്ട് വാ. ഈ പൊട്ടലും പരിപാടികളൊന്നും വേണ്ട. നിങ്ങൾ കഥയൊക്കെ എടുക്കുമ്പം നല്ല എല്ലാ സിനിമകളും അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്യും. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ആ പ്രോജക്റ്റ് ഫൈനലായി കഴിയുമ്പം അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞു വന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ കഴിഞ്ഞ തവണ വന്നത് സർവ്വമായയായിട്ട് വന്നു. നല്ല പടമായിരുന്നു, നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും വന്നിരിക്കുന്നു ബദ്ലഹേം കുടുംബ യൂണിറ്റ്. നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ആമേൻ സിനിമയിലെ വിഷക്കോളിയേറ്ററൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചേട്ടന്റെ പേരെനിക്ക് അറിയത്തില്ല, പുള്ളിയൊക്കെ ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീതിന്റെ കൂടെയുള്ള കൂട്ടുകാര്, ആ പയ്യന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിറ്റുവേഷൻ അനുസരിച്ചുള്ള തമാശകളും കാര്യങ്ങളും എല്ലാം ആണ്. ഒന്നും ഓവർ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം പറയാനുള്ളത്. എന്തായാലും ഗിരീഷ് ഷേഡിയുടെ സിനിമ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു കിണ്ണം കാച്ചി ഹിറ്റും കൂടെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് ഫാമിലിക്കും അതുപോലെ തന്നെ യൂത്തിനും എല്ലാം കയറാം. ഒരു രീതിയിലുള്ള വൾഗറായിട്ടുള്ള ഒരു ഡയലോഗ് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ പറയുന്ന ഡബിൾ മീനിങ് ഉള്ള ഒരു ഡയലോഗ് പോലും ഇല്ല. സന്തോഷത്തോടു കൂടി സിനിമ കാണാൻ തിയേറ്ററിൽ പോവുക,
സന്തോഷത്തോടു കൂടി സിനിമ കഴിഞ്ഞ് ഇറങ്ങി പോരുക. അതാണ് അതിന്റെ ഒരു ലൈന്. ഇതിന്റെ ഇടയിൽ നമ്മളെ ഒത്തിരി ടെൻഷനൊന്നും അടുപ്പിക്കാനുള്ള പരിപാടികളൊന്നുമില്ല. നല്ല സന്തോഷകരമായിട്ട് പോകുന്ന സിനിമയാകുമ്പോൾ അതിന്റെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ക്യാരി ചെയ്യണം. ഒരു അടിപൊളി ഒരു ഇന്റർവെല്ലിന് ശേഷം അവരുടെ ആ ഒരു പ്രണയവും കാര്യങ്ങളും പോകുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, കുറച്ച് ടെൻഷൻ അടുപ്പിക്കുമെന്ന് വെച്ചാൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പ്രായത്തിൽ മൂത്തയാളും അല്ലെ പ്രായത്തിൽ ഒരുപാട് ഇളയാളും തമ്മിലുള്ള ഒരു അന്തരം, അതുകൊണ്ടുണ്ടാകുന്ന ആളുകളുടെ ഇടയിലെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. സുരേഷ് കൃഷ്ണയൊക്കെ ഇതിനകത്ത് എന്ത് രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്നറിയാം. നല്ല രസമാണ്. നിവിൻ പോളിയുടെ കൂടെ കാട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി ക്യാരക്ടറാണ് പുള്ളിയായിരിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു കൂടെയുള്ള എല്ലാ പുതിയ ആൾക്കാരെ ഒന്നും എനിക്ക് അങ്ങനെ പരിചയമില്ല. പക്ഷെ എന്തായാലും നിവിൻ പോളിയുടെ കൂടെയുള്ള ആളുകളൊക്കെ അടിപൊളിയാണ്. സുരേഷ് കൃഷ്ണയുടെ നിവിൻ പോളിയുടെ കൂടെ തന്നെ വേറൊരു ആളോട് ഉണ്ടായിരുന്നു. പുള്ളി തഗ്ഗോട് തഗ്ഗായിരുന്നു, ഒരു രക്ഷയില്ല. ചിരിക്കാനുള്ള ഐറ്റംസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇത്തവണത്തെ ഓണം വിന്നർ ആകുന്നു എന്ന് വിചാരിക്കുന്നു. ആണ്, ഉറപ്പായിട്ടുമാണ്. ഇനിയിപ്പം വരാനുള്ളത് ഐ ആം ഗെയിം ആണ്. അത് സെപ്റ്റംബറോട് കൂടിയാണ് ആ സിനിമ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഐ ആം ഗെയിം എങ്ങനെയാവുന്നുള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഒരു രക്ഷയുമില്ല. ഈ ഒരു ഓണം ബത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി നിവിൻ പോളിയും സംഘവും തകർത്തിട്ടുണ്ട്. അതുപോലെ ഗിരീഷ് ഷേഡിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ തന്നെ നല്ല സിനിമകൾ വരട്ടെ. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിനോട് ഒരു സംവിധായകൻ പറയുന്നു, നേരത്തെ ഉള്ള ഒരു സംവിധായകൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് പാറ്റേൺ ആണോ പോകുന്നത് ആ പാറ്റേണിൽ നിന്ന് വ്യതിചലിച്ച് പോകാതെ ഇത് തന്നെ ചെയ്യാം. എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് സംസാരിച്ചത് ഈ കാര്യം. എന്താണെങ്കിലും അങ്ങനെ തന്നെ പോട്ടെ. കാരണം ആളുകൾക്ക് ഇങ്ങനെ തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ കണ്ട് എന്താ പറയുന്നത്, സിനിമ കണ്ട് ചിരിച്ച് സന്തോഷത്തോടു കൂടി പോകണം. കുറെ തമാശകളും ഓവറായിട്ടുള്ള എന്താ പറയുന്നത് തമാശക്കായിട്ട് എഴുതി വെച്ച സംഭവങ്ങൾ ഉണ്ടെന്നൊന്നും തോന്നിയില്ല. എല്ലാം ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിവിൻ പോളി അവിടെ വന്നങ്ങ് നിന്നാ മതിയെന്നേ. നല്ല രസമാകാം. പിന്നെ മമിത ബൈജു അടിപൊളി കേട്ടോ. മമിത ബൈജുവിന്റെ കൂടെ ശൃന്ദ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ താരങ്ങൾ നല്ല രസമായിട്ട് മൊറേൽ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് 2-3 പെൺകുട്ടികള് നല്ല രസമായിട്ടാണ് കാര്യങ്ങളെല്ലാം പോയേക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ വാഴ 2 എന്ന് പറയുന്ന സിനിമയില് വാഴ 2 സിനിമയ്ക്ക് ശേഷം വാഴ 3 എന്ന് പറയുന്നൊരു പടം പെൺകുട്ടികൾക്കായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് ഈ സിനിമയിൽ അത്യാവശ്യം പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടേതായ ഒരു ലോഗോ ഒക്കെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആർക്കും ഒരു വെറുപ്പീരോ മോശമോ ഒന്നും തോന്നിയിട്ടില്ല. തുടക്കം മുതൽ അവസാനം വരെ സിനിമ തിയേറ്ററിൽ ഉണ്ടാകുന്ന ചിരിയും കാര്യങ്ങളും എല്ലാം ആണ്. ചിരിയാണ് ഏറ്റവും കൂടുതൽ. ചിരിയാണ് സാറേ മെയിൻ എന്ന് പറയുന്ന പോലെ നമുക്ക് ആ തമാശകളും എല്ലാം കൊണ്ടും മൈന്യൂട്ടായിട്ട് വരുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻസും ചെറിയ കാര്യങ്ങളും ആ സിറ്റുവേഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ സ്റ്റണ്ടും പരിപാടികളും ഒക്കെ ഉണ്ട്. അതും സിറ്റുവേഷൻ അനുസരിച്ച് വരുന്നതാണ്. ശ്യാം മോഹൻ ഇതിനകത്ത് അത്യാവശ്യം നല്ല കിടലിനായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അപ്പം എല്ലാം കൊണ്ടും ഒരു ഓണം വിന്നർ എന്ന് പറയാം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യപ്പെടുന്ന ആളുകളെല്ലാം ധൈര്യമായിട്ട് പോയി കയറിക്കോ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിവിൻ പോളിയും സംഘവും തൂക്കി എന്ന് തന്നെ പറയാം. ഗിരീഷ് ഷേഡിക്ക് ഒരുപാട് താങ്ക്സ് ഇത്രയും നല്ലൊരു സിനിമ സമ്മാനിച്ചതിന്. അപ്പൊ എന്തായാലും ഒന്നും പറയാനില്ല, നല്ല അടിപൊളി. ഇനി ഒത്തിരി ഒന്നും പറഞ്ഞ് നമ്മൾ എന്നെ പറഞ്ഞ ഇന്ദ്രൻസ് ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന പോലെ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. അപ്പൊ ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ കുടുംബത്തോടെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോവുക. അത്രയും നല്ല സിനിമയാണ്, നല്ല സിനിമ.